ഞാൻ സമസ്തയുടെ മദ്രസയിൽ ജോലി ചെയ്യുമ്പോൾ 5ാം ക്ലാസ് പരീക്ഷയുടെ സൂപ്പർവൈസറായിട്ട് പോയിരുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് എഴുത്തില്ലായിരുന്നു. ഞാൻ പോയൊരു മദ്രസയില് ഞാൻ ഓറൽ പരീക്ഷ നടത്തി പോന്നിട്ടുണ്ട്. ഒരു മദ്രസയിലെ 5ാം ക്ലാസ്സിലെ ഒരൊറ്റ പെൺകുട്ടികൾക്ക് എഴുത്തില്ല. അപ്പൊ എന്താ കാരണം? സമസ്ത അതിന്റെ പ്രമേയം എപ്പോഴും ഉണ്ട്, കൈയെഴുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എഴുതി പരീക്ഷ എഴുതണ്ട, ചോദിച്ചിട്ട് മാർക്കിട്ടാ മതി. അപ്പൊ ഇപ്പൊ അതൊക്കെ പറയുമ്പോൾ ജാള്യത തോന്നുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? കൈയെഴുത്ത് പഠിക്കൽ ഹറാത്താന്ന് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, കേവലം ഇബ്നു ഹജർ ഹൈതമിയുടെ ഒരു ഫത്വ എടുത്തുദ്ധരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ എന്ത് കുറ്റക്കാരായത് എന്നൊക്കെയാണ്. ഒന്നുകൂടി കേട്ടുവെക്ക നിങ്ങൾ. സമത്വ കേരള ജമിയത്തുൽ ഉലമ ഒരിക്കലും സ്ത്രീ വിദ്യാഭ്യാസത്തെ സമൂഹത്തിൽ നിന്ന് എടുത്തു നീക്കപ്പെട്ട തീരുമാനത്തില്ല. ഞാൻ സുഹൃത്തിന് വേണ്ടി തന്നെ കൃത്യമായ തീയതി ഞാൻ പറഞ്ഞത്, എവിടെയാണ് അത് പറഞ്ഞതെന്നുള്ളത്. ഇനി പഠിച്ചിട്ട് ആൾക്കാരോട് പോയിട്ട് പറയണം എന്തെന്നറിയോ? കൃത്യമായി പറഞ്ഞോളൂ. 1 മുതൽ 1930 മണ്ണാർക്കാട്ട് വെച്ച് മാർച്ച് 16 ചേർന്ന സമത്വയുടെ സമ്മേളനത്തിൽ വെച്ച് സമത്വയുടെ പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് സമത്വം ഒരു പുതിയ ആശയം പറഞ്ഞില്ല. ഇബ്നു ഹജർ തങ്ങള് തന്റെ ഫതാവയിൽ ഇത് സംബന്ധമായി പറഞ്ഞ കാര്യം സമത്വ കേരള ജമിയത്തുൽ ഉലമ ഉദ്ധരിച്ചു. പിന്നെ വളരെ ശക്തമായ രീതിയിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞു, സമസ്ത ഇപ്പം ശക്തമായ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുള്ളത് കൊണ്ടാണ് ഈ ചോദ്യം വന്നത്. നടത്തുന്നില്ലെങ്കിൽ പണ്ടത്തെ പ്രമേയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ നമ്മൾ കരുതി ചോദിക്കില്ല. ഈ സമൂഹത്തിൽ ഇന്ന് ചോദ്യം ഉണ്ടാവാൻ കാരണം ഇന്ന് വനിതാ കോളേജുകളും സ്ത്രീകളുടെ വിദ്യാഭ്യാസവും വളരെ ശക്തമായ രീതിയിൽ സമസ്ത മുന്നോട്ട് നീക്കുന്നത് കൊണ്ടാണ് ഈ ചോദ്യം വന്നത്. അങ്ങനെ നടത്താൻ പാടില്ല എന്ന് സമസ്ത നയം പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമസ്തന്റെ മേൽ വെറുതെ തന്നെ വെച്ച് കിട്ടുന്നത്. ഇബ്നു ഹജർ തങ്ങളുടെ ഫത്വ ഉദ്ധരിച്ചതിന് സമസ്ത എന്താ കുഴപ്പം കാണിച്ചോ? സമസ്ത ഇബ്നു ഹജർ തങ്ങളുടെ ഫത്വയാണ് ഉദ്ധരിച്ചത്. ഇത് ഇബ്നു ഹജർ തങ്ങൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് ചോദിക്കാമായിരുന്നു, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫത്വ നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ തങ്ങളെ ഫത്വ നമ്മൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളെന്താ കുറ്റം ചെയ്തത്? ഇനിയിപ്പോ അയാളോട് പോയി ചോദിക്കണല്ലോ, അയാൾ ജീവിച്ചിരിക്കേണ്ടത് എന്നാണ്. എന്നിട്ട് അവസാനം പറഞ്ഞെന്താണെന്നറിയോ? കറാഹത്താന്ന് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ്. അതും കൂടി കേൾക്കുക. എന്നിട്ട് എവിടെയാ പറഞ്ഞത്? ഇവര് വെള്ളത്തിലൊന്നല്ലല്ലോ ഫത്വ കൊടുത്തത്. ഇബ്നു ഹജർ തങ്ങൾ ഹറാമാന്ന് പറഞ്ഞിട്ടില്ല, കറാഹത്താന്ന് പറഞ്ഞിട്ടില്ല, ഖിലാഫുൽ ഔല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അന്നത് നല്ലതിനെതിരാണ്. അപ്പോ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു അന്ന് ഫത്വ കൊടുത്ത് അന്നത്തെ സാഹചര്യത്തിനായിരുന്നു ആയിരിക്കാം. ആ സാഹചര്യത്തിന് ആ ഫത്വയ്ക്ക് വീണ്ടും ജീവൻ നൽകിയത് ഈ സമ്മേളനത്തിൽ വെച്ച് ജീവൻ നൽകിയപ്പം അന്നും ആ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനർത്ഥം മഹാന്മാർ പഴയ കാലഘട്ടങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ ഇന്നും നമ്മൾ അതേപടി അംഗീകരിക്കുന്നു. അവര് ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞ കാര്യം ഖിലാഫുൽ ഔല എന്ന് തന്നെ നമ്മൾ അംഗീകരിക്കും. സമൂഹത്തിന്റെ പുരോഗമന പ്രവർത്തനത്തിന് ദീന് ഹറാമാണെന്ന് പറയാത്ത കാര്യങ്ങൾ സമൂഹത്തിന് ആവശ്യമെങ്കിൽ ചെയ്യാനുള്ള അവകാശം സമൂഹത്തിനുണ്ടല്ലോ. അത് മാത്രമേ സമസ്ത ചെയ്തുള്ളൂ. സമസ്തയുടെ സ്വന്തം പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇത് സമസ്തയുടെ ചരിത്രമാണ്, നമ്മൾ എഴുതിയതല്ല, ഇവര് തന്നെ എഴുതി വെച്ചതാണ്. ഈ സമസ്തയുടെ ചരിത്രത്തിൽ കാണാം. ഇയാള് വായിച്ച 936 മണ്ണാർക്കാട് 30 മാർച്ച് 17 മണ്ണാർക്കാട് വെച്ച് ചേർന്ന യോഗത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം ഇതിൽ വിശദീകരിക്കാൻ. ഇതിന്റെ 73-ാമത്തെ പേജ്. സ്ത്രീകളുടെ കൈയെഴുത്ത് കറാഹത്താണെന്നും സ്ത്രീകൾ പർദ്ദയില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ലെന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കാൻ ഉദ്ദേശിക്കുന്ന സാരിബ ആക്ട് പിൻവലിക്കണമെന്നും പ്രസ്തുത പ്രമേയങ്ങളിലെ മറ്റു ഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പെണ്ണുങ്ങളെ കൈയെടുത്ത് കറാഹത്താന്ന് തന്നെയാ പറഞ്ഞത്, കറാഹത്താന്ന് പറഞ്ഞിട്ടില്ല എന്നപ്പോ മൂപ്പര് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇപ്പൊ ജാല്യ പലതും മാറ്റിപ്പറയാൻ തുടങ്ങി. മാറ്റിപ്പറയാത്തതൊന്ന് മാത്രമേ ഉള്ളൂ. അതേതാണ്? അത് തൗഹീദാണ്. ആ തൗഹീദിന്റെ വിഷയത്തിൽ പ്രിയമുള്ളവരെ, മുജാഹിദ് പ്രസ്ഥാനത്തിന് നിർവഹിക്കാനുള്ള ദൗത്യം എന്താ? വളരെ കർശനമായി ഞാൻ സൂചിപ്പിക്കുന്നു. ഇസ്ലാഹി പ്രസ്ഥാനം ഇന്നുവരെ പ്രബോധനം ചെയ്ത കാര്യങ്ങളിൽ പലതിൽ നിന്നും പിറകോട്ടു പോകുന്ന അവസ്ഥ നമ്മുടെ ചില സഹോദരന്മാർക്കുണ്ടായിട്ടുണ്ട്. ആ അവസ്ഥകളിൽ നിന്ന് മാറ്റം വരാൻ ജിന്നിന്റെയും പൂജയുടെയും സിഹറിന്റെയും മരണത്തിന്റെയും കഥകൾ പറഞ്ഞ് സമൂഹത്തെ വീണ്ടും പേടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോയവരിൽ നിന്ന് വ്യതിരിക്തമായി ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ഏറ്റുപിടിച്ചുകൊണ്ട് യുവതയോട് നാം ആവർത്തിക്കുന്നു, നമ്മളിതിനെ വിട്ടുകൊടുക്കാൻ പാടില്ല. കാരണം ഇവര് പലതും മാറ്റിപ്പറയുന്നു. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ മാറ്റിപ്പറയാൻ തുടങ്ങി. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ.